Hi everyone, welcome back to Scoring Key. നമ്മൾ കാത്തിരുന്ന കേരള PSCയുടെ ജൂനിയർ അക്കൗണ്ടന്റ് കാഷ്യർ പോസ്റ്റിലേക്കുള്ള എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. സോ ഇന്നലെ നമ്മൾക്ക് എക്സാം കഴിഞ്ഞു. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു അനാലിസിസ് ആണ് ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ നോക്കിയാൽ എന്താ പറയുക, മൊത്തത്തിലൊരു നല്ല സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു. BCom ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയാലും IT ആൻഡ് സൈബറിലും ആയാലും അതുപോലെ ജനറൽ ക്വസ്റ്റ്യൻസ് ആയാലും വളരെ ഏതാണ്ട് എല്ലാ ഏരിയയിൽ നിന്നും നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാമിനുണ്ടായിരുന്നു. സബ്ജക്റ്റ് വൈസ് എക്സാം ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം വലിയൊരു കുഴപ്പമില്ല. അത്യാവശ്യം ഒരു സബ്ജക്റ്റൊക്കെ അറിയാവുന്ന അല്ലെങ്കിൽ നോക്കി പോകുന്ന ഒരാൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. IT ആൻഡ് സൈബറിലും അതുപോലെ തന്നെ ഒരു നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിൽ പൊതുവെ എല്ലാവരും ഒരു ഡിഫിക്കൽട്ടി പറഞ്ഞത് ജനറൽ മേഖലയിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. കൂടുതലും വന്നത് റിനൈസൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ളതുകൊണ്ട് തന്നെ കുറച്ച് ടഫായിട്ട് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സോ ഓവറോൾ വളരെ നല്ലൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസും അതുപോലെ എക്സാമും ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു കട്ട് ഓഫ് വരാനാണ് സാധ്യത. പലരും എത്ര കട്ട് ഓഫ് വരും, ഏത് രീതിയിലൊക്കെ ആയിരിക്കുമെന്ന് ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. സോ ഒരു 70 ഇൻ ബിറ്റ്വീൻ 70 ആൻഡ് 80 കട്ട് ഓഫ് വരാനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട്. സോ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയായിരുന്നു എന്നും അതുപോലെ ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ഇവിടെ ഡി കോഡുള്ള ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ ഡിസ്കസ് ചെയ്യുന്നത്. സോ മറ്റു കോഡുള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര കിട്ടി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. സോ ലെറ്റ് us മൂവ് ഓൺ ടു ദ ഡിസ്കഷൻ. ആദ്യമായിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ ഡിനോട്ട്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ. നമുക്കറിയാം മാനേജ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ പൊതുവെ പഠിച്ചൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇൻട്രൊഡക്ടറി ഏരിയ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇതിൻ്റെ ആൻസർ? ഡിബഞ്ചേഴ്സ് ആൻഡ് ഷെയർ ക്യാപിറ്റൽ തമ്മിലുള്ള റിലേഷൻ ആണോ, അസറ്റ് ആൻഡ് ക്യാപിറ്റൽ തമ്മിലുള്ള റിലേഷൻ ആണോ, ലോൺ ആൻഡ് ക്യാപിറ്റൽ തമ്മിലുള്ള റിലേഷൻ ആണോ, അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആൻഡ് ലോങ് ടേം ബോറോയിങ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണോ? ഏതാണെന്നാണ് അനലൈസ് ചെയ്യുന്നത്. സോ ആൻസർ നമുക്കറിയാം ഡി ആണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും അതുപോലെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ലോങ് ടേം ഡെപ്റ്റ് അത് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ അനലൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 50,000 equity shares of ₹10 each issued at ₹20 for the purpose of redemption of preferential capital amounting to ₹750,000. How much amount will be transferred to capital redemption reserve? ഇതിൽ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് എത്ര പോകുന്നതാണ് ക്വസ്റ്റ്യന്. ആൻസർ നമുക്ക് അറിയാം, 2,50,000, then 5,00,000 and 10,00,000 ആ രീതിയിലാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. സോ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആയിട്ടുള്ള 2,50,000 ആണ്. 2,50,000 rupees മാത്രമാണ് നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് ഈ ഒരു ഇഷ്യൂന്ന് കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. റൈറ്റ്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ, ആസ് പെർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 14 പർച്ചേസ് കൺസിഡറേഷൻ ഇസ് വാട്ട് ഈസ് പേബിൾ ടു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പർച്ചേസ് കൺസിഡറേഷൻ എപ്പോഴും എന്താണ്? ദ എമൗണ്ട് പേബിൾ ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ട് ആണ് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് മെത്തേഡ്സിലൂടെ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. ബേസിക്കലി ആൻസർ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന എമൗണ്ട് ആണ്. അവർക്ക് പേബിൾ ആയിട്ടുള്ള എമൗണ്ടിനെ നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നു. റൈറ്റ്. ദ ഫോർത്ത് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ഏതാണ്? റവന്യൂ ലോസ് ആണോ, ക്യാപിറ്റൽ ലോസ് ആണോ, റവന്യൂ പ്രോഫിറ്റ് ആണോ, ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണോ? ഒരിക്കലും റവന്യൂ അല്ല, ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ റിലേറ്റഡ് ആണ്. അതിൽ പ്രോഫിറ്റ് നമുക്കില്ല, സിംപിളി ക്യാപിറ്റൽ ലോസ് ആണ്. റൈറ്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ പാർട്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ വിച്ച് ക്യാൻ ബി കോൾഡ് അപ്പ് ഓൺലി ഓൺ ദ വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ വൈൻഡിങ് അപ്പ് സാഹചര്യത്തിൽ മാത്രം നമുക്ക് കോളപ്പ് ചെയ്യാൻ പറ്റുന്ന ക്യാപിറ്റൽ ഏതാണ്? റിസർവ് ക്യാപിറ്റൽ ആണോ, സബ്സ്ക്രൈബ്ഡ് ആണോ, ഇഷ്യൂഡ് ആണോ, ഓതറൈസ്ഡ് ആണോ? ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഓപ്ഷൻ എ റിസർവ് ക്യാപിറ്റലാണ് നമ്മൾ വൈൻഡിങ് അപ്പിൻ്റെ സാഹചര്യത്തിൽ മാത്രം കോളപ്പ് ചെയ്യുന്നത്. വൈൻഡിങ് അപ്പിലുള്ള എമർജൻസീസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു പർട്ടിക്കുലർ എമൗണ്ട് റൈസ് ചെയ്യുന്നത്. റൈറ്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ് ദ പ്രോസസ് ഓഫ് കളക്ടിങ് കോസ്റ്റ് ഡാറ്റ ത്രൂ എൻ അക്കൗണ്ടിങ് സിസ്റ്റം ഈസ് നോൺ ആസ്. ഒരു അക്കൗണ്ടിങ് സിസ്റ്റത്തിലൂടെ നമ്മൾ കോസ്റ്റ് ഡാറ്റ കളക്ട് ചെയ്യുന്നത് പ്രോസസ്സിനെ നമ്മൾ എന്താണ് പറയുന്നത്? കോസ്റ്റ് അലോക്കേഷൻ, അപ്പോർഷൻമെൻറ്റ്, റീഅപ്പോർഷൻമെൻറ്റ്, അതിൽ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ, സെക്കൻഡറി, അങ്ങനെ കുറേ ഏരിയകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ സിമ്പിളായിട്ട് ഏറ്റവും ബേസിക്കലായിട്ടുള്ള കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. കോസ്റ്റ് കളക്ട് ചെയ്യുന്ന ആ പ്രോസസ്സിന് എന്താണ് പറയുന്നത്? വളരെ സിമ്പിളായിട്ട് നമുക്കറിയാം. ഓപ്ഷൻ സി കോസ്റ്റ് അക്കുമുലേഷൻ ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. റൈറ്റ്. കോസ്റ്റ് അക്കുമുലേഷൻ ആണ് അതിൻ്റെ ആൻസർ വരുന്നത്.
ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ഏതാണ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7. പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർ ഹെഡ് കോസ്റ്റ്. പ്രൈം കോസ്റ്റും ഫാക്ടറി ഓവർ ഹെഡ് കോസ്റ്റും ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ് കൺവേർഷൻ കോസ്റ്റ് ആണോ, പ്രൊഡക്ഷൻ കോസ്റ്റ് ആണോ, ടോട്ടൽ കോസ്റ്റ് ആണോ, കോസ്റ്റ് ഓഫ് സെയിൽസ് ആണോ? വളരെ സിമ്പിളാണ്. പ്രൈം കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ ഫാക്ടറി ഓവർ ഹെഡ് കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? പ്രൊഡക്ഷൻ കോസ്റ്റ് കിട്ടും. ടോട്ടൽ കോസ്റ്റ് ആവുന്നില്ല, ടോട്ടൽ കോസ്റ്റ് ആണ് കുറച്ചുകൂടി എലമെൻറ്റ് അതിലൂടെ ആഡ് ചെയ്യാനുണ്ട്. കോസ്റ്റ് ഓഫ് സെയിൽസ് ആണെങ്കിൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുണ്ട്. കൺവേർഷൻ കോസ്റ്റ് ഒരിക്കലും പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർ ഹെഡ് അല്ല. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, പ്രൊഡക്ഷൻ കോസ്റ്റ്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് പ്രൈം. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്രൊഡക്ഷൻ കോസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ്. കോസ്റ്റ് അക്കൗണ്ടിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണ്? നമുക്ക് വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം. ഓപ്ഷൻ സി, കോസ്റ്റ് അസർടൈൻമെൻ്റ് ആണ്. കോസ്റ്റ് അസർടൈൻമെൻ്റ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. റൈറ്റ്. സോ ദ ആൻസർ ഈസ് കോസ്റ്റ് അസർടൈൻമെൻറ്റ്. ദെൻ 9th ക്വസ്റ്റ്യൻ, വെയർ ഹൗസ് റെൻറ്റ് ഈസ് എ പാർട്ട് ഓഫ്. വെയർ ഹൗസ് റെൻറ്റ് എന്തിൻ്റെ പാർട്ടാണ് ഇതിൽ? പ്രൈം കോസ്റ്റ് ആണോ, ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആണോ, സെല്ലിംഗ് ഓവർ ഹെഡ് ആണോ, ഫാക്ടറി ഓവർ ഹെഡ് ആണോ? വെയർ ഹൗസ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് ഫൈനൽ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ സെയിൽസിന് വേണ്ടി കൊണ്ടുവന്ന സമയത്താണ് നമ്മൾ വെയർ ഹൗസിൻ്റെ ഉപയോഗം ധാരാളമായിട്ട് വരുന്നത്. സോ വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം, ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിൻ്റെ ഭാഗമായിട്ടാണ് വെയർ ഹൗസ് റെൻറ്റ് വരുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. ദെൻ 10th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ബേസിക് സ്റ്റാൻഡേർഡ് ഇസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് നമ്മൾ ബേസിക് സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്തേക്കാണ് ഷോർട്ട് പീരീഡിലേക്കാണോ, കറണ്ട് പീരീഡ് ആണോ, ഇൻഡെഫിനിറ്റ് പീരീഡ് ആണോ, പ്രീ ഡിഫൈൻഡ് പീരീഡ് ആണോ? നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഏത് പീരീഡിലേക്കാണ്? ഒരു പ്രീ ഡിഫൈൻഡ്, വളരെ സെറ്റ് ആയിട്ടുള്ള ഒരു പീരീഡിലേക്ക് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് സെറ്റ് ചെയ്യുന്നു. റൈറ്റ്. അതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പീരീഡ് എന്ന് പറയുന്നത്. പ്രീ ഡിഫൈൻഡ് പീരീഡ് ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, പ്രീ ഡിഫൈൻഡ് പീരീഡ്. Right. So the next question is in a variable such as activity that causes cost over a given time. കോസ്റ്റ് ഡ്രൈവർ ആണോ, കോസ്റ്റ് ബിഹേവിയർ ആണോ, കോസ്റ്റ് സെൻറ്റർ ആണോ? നൺ ഓഫ് ദിസ് ആണോ? കോസ്റ്റ് സെൻറ്റർ ഒരിക്കലല്ല, കോസ്റ്റ് ഡ്രൈവറും അല്ല. ആൻസർ വരുന്നത് കോസ്റ്റ് ബിഹേവിയർ ആണ്. കോസ്റ്റ് ബിഹേവിയറിന് സ്യൂട്ട് ആവുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് ക്വസ്റ്റ്യൻ ഉള്ളത്, അല്ലേ? സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, കോസ്റ്റ് ബിഹേവിയർ. Then next question is the cost that is irretrievable by managerial actions and not relevant to the current decision making. വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് ഓപ്ഷൻ ബി, സങ്ക് കോസ്റ്റ്. സങ്ക് കോസ്റ്റ് ആണ് ഇറട്രീവബിൾ ബൈ മാനേജറിയൽ ആക്ഷൻസ്. നമ്മൾ ഓൾറെഡി ഇൻകേർഡ് കോസ്റ്റ് ആണ്, അല്ലേ? അത് നോട്ട് റെലവൻറ്റ് ടു കറണ്ട് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ സങ്ക് കോസ്റ്റ് ആണ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, സങ്ക് കോസ്റ്റ്. Then thereafter question number 13, the value of benefits sacrificed in favor of an alternative course of action. സ്റ്റേറ്റ്മെൻറ്റ് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. ദ കോസ്റ്റ് ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർഗോൺ ഫോർ ഒബ്റ്റെയിൻ ഫോർ എ പർട്ടിക്കുലർ തിങ് നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ ദ വാല്യൂ ഓഫ് ബെനിഫിറ്റ് സാക്രിഫൈസ്ഡ് ഇൻ ഫേവർ ഓഫ് എൻ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അവിടെ ആൻസർ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. നമ്മൾ അതിനു വേണ്ടി ത്യജിക്കുന്ന മറ്റൊരു ഓപ്ഷനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, opportunity cost. Then 14th question, reorder quantity. Yes, നമ്മൾ മാക്സിമം ലെവൽ കാൽക്കുലേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അവിടെ reorder quantity 2000 യൂണിറ്റ്, ലീഡ് ടൈം 4 to 8 weeks, യൂസേജ് മാക്സിമം 500 per unit per week, നോർമൽ യൂസേജ് 400 unit per week, മിനിമം യൂസേജ് 300 per week. അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? മാക്സിമം ലെവലിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് reorder level plus reorder quantity minus മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. ആ ഇക്വേഷൻ വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഓപ്ഷൻ ഡി 4800 യൂണിറ്റ് കിട്ടും. സോ ദ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 4800 യൂണിറ്റ്. റൈറ്റ്. Then thereafter question number 15, the method of recording the employee time that will be paid by the firm is known as ടൈം ചെക്കിംഗ്, ടൈം ബുക്കിംഗ്, ടൈം കീപ്പിംഗ്, ടൈം മാനേജ്മെൻറ്റ്. അതിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രണ്ട് ഓപ്ഷൻ ടൈം ബുക്കിങ്ങും അതുപോലെ ടൈം കീപ്പിങ്ങുമാണ്. അതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ടൈം കീപ്പിംഗ് എന്ന് പറയുന്നത് എംപ്ലോയീസിൻ്റെ ടൈം റെക്കോർഡ് ചെയ്യാനും പേയ്മെൻറ്റ് നടത്താനും വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ ടൈം ബുക്കിംഗ് എന്ന് പറയുന്നത് കോസ്റ്റ് അനാലിസിസിന് വേണ്ടി എത്ര എക്സാക്ട് ടൈം ഒരു എംപ്ലോയി വർക്കിന് ചിലവഴിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഡെഫിനറ്റ്ലി ഓപ്ഷൻ സി ആണ്, ടൈം കീപ്പിംഗ് ആണ്. വേജ് പേയ്മെൻറ്റ് പർപ്പസിന് വേണ്ടി നമ്മൾ ടൈം കീപ്പിംഗ് ആണ് ഉപയോഗിക്കുന്നത്. Then അടുത്തൊരു ക്വസ്റ്റ്യൻ, ഹു ഇസ് ദ ഫൗണ്ടർ ഓഫ് മോഡേൺ മോഷൻ സ്റ്റഡി ടെക്നിക്?
ഇവിടെ ഹറോൾഡ് കൂൺസ് വന്നിട്ടുണ്ട്, ഫ്രാങ്ക് ബി ഗിൽബർത്ത് ഉണ്ട്, ഫ്രാങ്ക് ബി ഗിൽട്ടൺ ഉണ്ട്, ഫ്രാങ്ക് എം ഗിൽബർത്ത് ഉണ്ട്. നമുക്കറിയാം ഫ്രാങ്ക് ഗിൽബർത്ത് അതിന് ഇതുമായിട്ടൊരു കണക്ഷൻ ഉണ്ട് നമുക്കറിയാം. സോ അവിടെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ളൊരു 2 ഓപ്ഷൻ ഉണ്ട്, ഫ്രാങ്ക് ബി ഗിൽബർത്ത് ആൻഡ് ഫ്രാങ്ക് എം ഗിൽബർത്ത്. ഫ്രാങ്ക് ആൻഡ് ലില്യൻ ഗിൽബർത്താണ്. ഫ്രാങ്ക് ബി ഗിൽബർത്തും ലില്യൻ ഗിൽബർത്തുമാണ് അത് എന്താ പറയുക ഫൗണ്ടർ ഓഫ് മോഡേൺ മോഷൻ സ്റ്റഡി. സോ ഫ്രാങ്ക് ബി ഗിൽബർത്താണ്, ഫ്രാങ്ക് എം ഗിൽബർത്ത് അല്ല. ഫ്രാങ്ക് ബി ഗിൽബർത്ത് ആൻഡ് ലില്യൻ ഗിൽബർത്ത്, അതിൻ്റെ ഒരു ഷോർട്ടാണ് ഫ്രാങ്ക് ബി ഗിൽബർത്ത് എന്നുള്ളത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്, ഫ്രാങ്ക് ബി ഗിൽബർത്ത്. Then 17th question, the process of studying and assessing relative value of job is known as. കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജോബ് റേറ്റിംഗും ജോബ് ഇവാലുവേഷനും നമുക്ക് കൺഫ്യൂഷൻ വരും. ജോബ് സ്റ്റഡി ഒരിക്കലല്ല, ഇവിടെ കൺഫ്യൂഷൻ വരുന്നത് 2 ഓപ്ഷൻ തമ്മിലാണ്, ബിയും സിയും തമ്മിൽ, ജോബ് റേറ്റിംഗ് ആൻഡ് ജോബ് ഇവാലുവേഷൻ. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ജോബ് ഇവാലുവേഷൻ ആണ്. റിലേറ്റീവ് വാല്യൂ ഓഫ് ജോബ് നമ്മൾ എന്താ പറയുക അസസ് ചെയ്യുന്നത് നമ്മൾ ജോബ് ഇവാലുവേഷൻ എന്നാണ് പറയാറുള്ളത്. റൈറ്റ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, ജോബ് ഇവാലുവേഷൻ. Then thereafter the process, okay, option C ആണ് ജോബ് ഇവാലുവേഷൻ. 18th question, അണ്ടർ ഹാൾസേ പ്ലാൻ ബോണസ് ഈസ് പെയ്ഡ്. ഹാൾസേ പ്ലാനിൽ എത്രയാണ് നമ്മൾ ബോണസ് കൊടുക്കുന്നത്? വളരെ സിമ്പിളാണ്. ഹോൾസെയിൽ 50% ഓഫ് ടൈം സേവ്ഡ് ആണ്. ഇതിനകത്ത് ഹോൾസേ വിയർ പ്ലാൻ ആകുന്ന സമയത്താണ് 30% ആയിട്ട് മാറുന്നത്, 30% ഓഫ് ടൈം സേവ്ഡ് ആയിട്ട് മാറുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, അറ്റ് 50% ഓഫ് ടൈം സേവ്ഡ്. Then 19th question, കോൺട്രാക്ട് കോസ്റ്റിംഗ് ഇസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഫോർ. ഇതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളതാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതാക്കാൻ പറ്റും. കോൺട്രാക്ട് പൊതുവെ നമ്മൾ ഏതിലാണ് അപ്ലൈ ചെയ്യുന്നത്? ബാങ്കിങ് ഇൻഡസ്ട്രിയിലുണ്ടോ? ഇല്ല. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ പൊതുവെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഷുഗർ മിൽസിലും ഇല്ല, സിമെൻറ്റ് ഇൻഡസ്ട്രിയിലും ഇല്ല. ബേസിക് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻസറാണ്. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലാണ് നമ്മൾ പൊതുവെ കോൺട്രാക്ട് കോസ്റ്റിംഗ് ഫോളോ ചെയ്യുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. Then thereafter 20th question, which of the following statement is or are not correctly matched? കറക്റ്റ്ലി മാച്ച് ആവാത്തതാണ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റന്റ് ടോട്ടൽ, ശരിയാണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് വാട്ട് കോസ്റ്റ് ഷുഡ് ബി, ശരിയാണ്. പീരീഡ് കോസ്റ്റ് ആഡഡ് വാല്യൂ ഓഫ് ന്യൂ പ്രൊഡക്റ്റ്, ശരിയല്ല. പീരീഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ആണ്. ഇവിടെ ആഡഡ് വാല്യൂ ഓഫ് ന്യൂ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മാർജിനൽ കോസ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ്. ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇൻകർഡ് കോസ്റ്റ് ആണ്, കറക്റ്റ് ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, പീരീഡ് കോസ്റ്റ് ആഡഡ് വാല്യൂ ഓഫ് ന്യൂ പ്രൊഡക്റ്റ് എന്നുള്ള ഓപ്ഷനാണ് മിസ്മാച്ച്ഡ് ആയിട്ടുള്ളത്. Then thereafter 21st question എന്ന് പറയുന്നത്, വിച്ച് കോസ്റ്റിംഗ് മെത്തേഡ് ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ സിമെൻറ്റ് ഇൻഡസ്ട്രി. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് സിമെൻറ്റ് ഇൻഡസ്ട്രിക്ക് ഉള്ളത് സിംഗിൾ ഓർ ഔട്ട്പുട്ട് കോസ്റ്റിംഗ് ആണ്. കാരണം അവിടെ നമ്മൾ ഔട്ട്പുട്ട് കൃത്യമായിട്ട് മെഷർ ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. സോ കോസ്റ്റ് കൃത്യമായിട്ട് അസൈൻ ചെയ്യാൻ പറ്റും. അവിടെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് സിംഗിൾ ഓർ ഔട്ട്പുട്ട് കോസ്റ്റിംഗ് ആണ്. Then it comes answer option A, single or output costing. 22nd question, കോസ്റ്റ് റിഡക്ഷൻ ഡിമാൻഡ്സ്. ഇത് വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഏത് ആൻസറും ഇതിൽ ചെയ്യാം. റൈറ്റ്. ക്ലോസ് മോണിറ്ററിങ് കോസ്റ്റ് റിഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യമുള്ള സംഗതിയാണ്. ക്രിയേറ്റിവിറ്റി ആവശ്യമാണെന്ന് വെച്ചാൽ ആവശ്യമാണ്. കറക്റ്റീവ് ആക്ഷൻ ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ കറക്റ്റീവ് ആക്ഷൻ ആവശ്യമാണ്. പക്ഷേ നമുക്കിവിടെ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത്, നമ്മൾ പൊതുവെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഫോളോ ചെയ്യുന്നത് കോസ്റ്റ് റിഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ക്ലോസ് മോണിറ്ററിങ് ആണ്. കൃത്യമായിട്ട് കോസ്റ്റ് അനലൈസ് ചെയ്യുക കാര്യങ്ങളൊക്കെയാണ്. സോ ദ ആൻസർ അവിടെ വരാൻ സാധ്യതയുള്ളത്, ആൻസർ നമ്മൾ വരുന്നത് ഓപ്ഷൻ എ ആണ്. ക്ലോസ് മോണിറ്ററിങ് ആണ് അവിടെ കൂടുതൽ സാധ്യതയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് PSC ഫൈനൽ ക്വസ്റ്റ്യൻ ആൻസർ ഷീറ്റ് വരുമ്പോൾ അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി പറ്റും. റൈറ്റ്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 20, എനിത്തിങ് ഫോർ വിച്ച് എ സെപ്പറേറ്റ് മെഷർമെന്റ് ഓഫ് കോസ്റ്റ് ഈസ് ഡിസൈർഡ്. വളരെ സിമ്പിൾ ആണ്. കോസ്റ്റ് ഒബ്ജക്റ്റിന്റെ നമ്മൾ ഡെഫിനിഷൻ പറയുന്ന സമയത്ത് പറയുന്നതാണ് എനിത്തിങ് ഫോർ വിച്ച് സെപ്പറേറ്റ് മെഷർമെന്റ് ഓഫ് കോസ്റ്റ് ഈസ് ഡിസൈർഡ്. കോസ്റ്റ് സെൻറ്ററും കോസ്റ്റ് യൂണിറ്റും കോസ്റ്റ് മെഷർമെന്റും ഒക്കെ ഇതിൽ നിന്ന് വേരി ചെയ്യുന്ന ഓപ്ഷൻസ് ആണ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, കോസ്റ്റ് ഒബ്ജക്റ്റ്. Then 24th question എന്ന് പറയുന്നത്, കോസ്റ്റ് incurred for a period and within certain limits of activity level and tend to be unaffected by fluctuations in the activity level. വളരെ സിമ്പിൾ ആണ്. ഫിക്സഡ് കോസ്റ്റിന്റെ എക്സ്പ്ലനേഷൻ ആണത്. ആക്ടിവിറ്റി കോസ്റ്റോ ഡയറക്റ്റ് കോസ്റ്റോ പാറ്റേൺ കോസ്റ്റോ ഒന്നുമല്ല, ഫിക്സഡ് കോസ്റ്റിന്റെ എക്സ്പ്ലനേഷൻ ആണ് കാണുന്നത്. സോ ദ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്, ഫിക്സഡ് കോസ്റ്റ്. 25th question, over absorption in overhead in cost accounts result in. ഓവർ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? ബേസിക്കലി ഓവർ അബ്സോർപ്ഷൻ ഓഫ് കോസ്റ്റ് സ്വാഭാവികമായിട്ട് നടക്കുമ്പോൾ നമുക്ക് അവിടെ പ്രോഫിറ്റ് കുറയും. കോസ്റ്റിംഗ് പ്രോഫിറ്റ് വളരെ കുറയും. വളരെ സിമ്പിളായിട്ട് നമുക്ക് അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഡിക്രീസ് ഇൻ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആണ് ഏറ്റവും മാച്ച് ആയിട്ടുള്ള ഓപ്ഷൻ. റൈറ്റ്. സോ ദ ഓപ്ഷൻ എ
is the correct answer. Decrease in costing profit. Then thereafter 26th question എന്ന് പറയുന്നത് യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ്. യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് എന്ന് പറയുമ്പോൾ തന്നെ യൂണിറ്ററി ആണ്, ഈക്വൽ ടു 1 ആണ് അല്ലേ. ഒരു 1 റുപ്പീച്ച് ഒരു യൂണിറ്റ് മാറുമ്പോൾ ഡിമാൻഡിലും ഒരു യൂണിറ്റ് തന്നെ മാറ്റം ഉണ്ടാകുന്നു. ഈക്വൽ ടു 1, ഗ്രേറ്റർ ദാൻ 1 ഈക്വൽ ടു 0 ഒരിക്കലും അല്ല, ലെസ് ദാൻ 1 അല്ല, ഈക്വൽ ടു 1 ആണ്. ബേസിക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓപ്ഷൻ എ ഈക്വൽ ടു 1 ആണ് ആൻസർ. ദെൻ 27th ക്വസ്റ്റ്യൻ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ്. 60% ഇൻക്രീസ് ഇൻ പ്രൈസിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഡിമാൻഡിലുണ്ട്, നമ്മൾ ബൈ ചെയ്യുന്ന യൂണിറ്റിൽ 120% ഡബിൾ ഉണ്ടാകുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് അനലൈസ് ചെയ്ത് കണ്ടെത്താം. 2 അവിടെ ആൻസർ വരുന്നത് അല്ലേ. ഒരു യൂണിറ്റ് വരുമ്പോൾ 2ലേക്ക് മാറുന്നു, റൈറ്റ്. 2 യൂണിറ്റ് മാറുമ്പോൾ 4ലേക്ക് മാറുന്നു. ആ രീതിയിലാണ് അതിൻ്റെ റിലേഷൻഷിപ്പ് വരുന്നത് അവിടെ. ഓപ്ഷൻ എ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. ദെൻ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് 2. 28th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ഡിമാൻഡ്. ടൈപ്പ് ഓഫ് ഡിമാൻഡ് അല്ലാത്തതാണ്. പ്രൈസ് ഡിമാൻഡ് നമ്മൾ കേട്ടതാണ്, പ്രൈസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിമാൻഡ്. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു, ആ ഒരു ഇൻവേഴ്സ് റിലേഷൻ നമുക്കറിയാം. ഡിറൈവ്ഡ് ഡിമാൻഡ് നമുക്കറിയാം, ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് എന്ന് ഡിറൈവ് ചെയ്ത് വരുന്ന മറ്റൊരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് നമ്മൾ കേട്ടിട്ടുണ്ട്. സപ്ലൈ ഡിമാൻഡ് നമ്മൾ പൊതുവെ കേൾക്കാത്തതാണ്. ജോയിൻറ്റ് ഡിമാൻഡ് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ടുഗദറായിട്ട് ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സിൻ്റെ ഡിമാൻഡിൽ മാറ്റം വരുന്നു. സോ അവിടെ നമ്മൾ ഫെമിലിയർ അല്ലാത്തൊരു ഡിമാൻഡ് എന്ന് പറയുന്നത് സപ്ലൈ ഡിമാൻഡാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. Then thereafter 29th question. The various degrees of price elasticity of demand can be shown on a single demand curve as per which one of the following. നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വളരെ ഡിഫറെൻറ്റ് മെത്തേഡിൽ നമ്മളതിനെ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട് അല്ലേ. ടോട്ടൽ ഔട്ട്ലൈൻ മെത്തേഡ്, പ്രൊപ്പോർഷണൽ മെത്തേഡ്, ആർക്ക് മെത്തേഡ്, ജിയോമെട്രിക്കൽ മെത്തേഡ്, അങ്ങനെ പലതിലും. അപ്പോൾ ഇവിടെ വേരിയസ് ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമുക്ക് സിംഗിൾ ഡിമാൻഡ് കേബിൾ കാണാൻ പറ്റുന്നത് ഏത് മെത്തേഡിലാണ്? നമുക്കറിയാം ടോട്ടൽ ഔട്ട്ലൈൻ മെത്തേഡിലാണ് വേരിയസ് ഡിഗ്രീസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ടോട്ടൽ ഔട്ട്ലൈൻ മെത്തേഡ്. ദെൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലോവർ ലിമിറ്റ് ആൻഡ് അപ്പർ ലിമിറ്റ് ഓഫ് ദ ക്ലാസ് ഈസ് നോൺ ആസ്. ക്ലാസ് ലിമിറ്റ് ആണോ, ക്ലാസ് ഇൻ്റർവെൽ ആണോ, മിഡ് പോയിന്റ് ഓഫ് ക്ലാസ് ആണോ, നോൺ ഓഫ് ദീസ് ആണോ? ക്ലാസ് ലിമിറ്റ് ഒരിക്കലും അല്ല, ക്ലാസ് ഇൻ്റർവെൽ അതിന് സ്യൂട്ടബിൾ ആണ്, മിഡ് പോയിന്റ് ഒരിക്കലും അല്ല. സോ ദ ആൻസർ എന്ന് പറയുന്നത് ക്ലാസ് ഇൻ്റർവെൽ ആണ്. ക്ലാസ് ഇൻ്റർവെല്ലിന് നമ്മൾ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ആ ഒരു ഇൻ്റർവെൽ സൂചിപ്പിക്കുന്നു. സോ ദ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. Then let us move on to the 31st question. Non-sampling error occurs at the time of. Non-sampling error എന്താണ്? സാമ്പിളിംഗ് ആയിട്ട് റിലേറ്റഡ് അല്ലാത്ത, സാമ്പിളിങ്ങിൽ വരുന്ന എറർ അല്ലാത്ത മറ്റു എററുകൾ. ഒബ്സർവേഷൻ അതിൻ്റെ ഭാഗമാണ്, അപ്രോക്സിമേഷൻ അതിൻ്റെ ഭാഗമാണ്, പ്രോസസ്സിംഗ് ഡാറ്റ, ആ ടൈമിലൊക്കെ വരുന്ന എറേഴ്സ് നോൺ സാമ്പിളിംഗ് എററിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുള്ളത്. സോ ദ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദീസ് ആണ്. ഇത് മൂന്നും നോൺ സാമ്പിളിംഗ് എറർ ആണ്. സോ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ് ഇസ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. Then 32nd question എന്ന് പറയുന്നത് chi-square test is to be applied only when the individual observations of sample are. chi-square test നമ്മൾ പറയാറുള്ളത് എന്താണ്? chi-square test of independence. രണ്ട് വേരിയബിൾ തമ്മിലുള്ള ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്യാനാണ് നമ്മൾ chi-square test ഉപയോഗിക്കുന്നത്. സോ ഓപ്ഷൻ ബി, ഇൻഡിപെൻഡൻറ്റ് is the answer. chi-square test of independence, right? Option B. Then let us move on to the 33rd question. Which one of the following is the first generation language? ഫസ്റ്റ് ജനറേഷൻ ലാംഗ്വേജ്, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത്, ഫിഫ്ത്ത്, അങ്ങനെ എല്ലാ ജനറേഷൻ ലാംഗ്വേജ് നമ്മൾ IT ആൻഡ് സൈബർ ലോ പഠിച്ച സമയത്ത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ IT ആൻഡ് സൈബർ ലോയിൽ വളരെ ബേസിക്കലായിട്ടുള്ള ഒരു ഡിഗ്രി ലെവൽ IT ആൻഡ് സൈബർ ലോ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് ആർക്കൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ആൻസർ വരുന്നത് ഫസ്റ്റ് ജനറേഷൻ ലാംഗ്വേജ് ഏതാണ്? മെഷീൻ ലാംഗ്വേജുകളാണ്. ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്, ഇതിൽ വരുന്നത് ഫസ്റ്റ് ജനറേഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് മെഷീൻ ലാംഗ്വേജ് ആണ്, റൈറ്റ്? So the answer is option D, machine language. Then IT ബന്ധപ്പെട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ വരുന്നു. 34th question. Railway reservation is an example of which type of processing? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റിയൽ ടൈം ആണോ ബാച്ച് ആണോ എന്നുള്ളത്. ഒരിക്കലും രണ്ടും ഒരുമിച്ചാവില്ല, ഏതെങ്കിലും ഒന്നാണല്ലേ. റിയൽ ടൈം എന്ന് പറയുന്നത് നമ്മൾ റിക്വസ്റ്റ് കൊടുത്ത ഉടനെ പ്രോസസ്സിംഗ് ആവുന്നു. റെയിൽവേ ടിക്കറ്റ് ഒക്കെ നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ തത്കാൽ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത്, നോർമൽ ടിക്കറ്റ് ആയാലും നമ്മൾ ഓൺ ദ ടൈം, അറ്റ് ദ സെയിം ടൈം നമ്മൾ റിക്വസ്റ്റ് കൊടുത്താൽ ആ സമയത്ത് പ്രോസസ്സ് ചെയ്യുന്നു. അല്ലാതെ ഒരു ബാച്ച് വന്നിട്ട് ആ ബാച്ച് ഒരുമിച്ച് പ്രോസസ്സ് ചെയ്യുന്ന രീതിയിലല്ല അത് പോകുന്നത്. സോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാം, റിയൽ ടൈം പ്രോസസ്സിംഗ് ആണ് റെയിൽവേ റിസർവേഷൻ എന്ന് പറയുന്നത്. റിയൽ ടൈം പ്രോസസ്സിംഗ് പഠിക്കുന്ന ഉദാഹരണം മെയിനായിട്ട് വരുന്നത് റെയിൽവേ റിസർവേഷനും കൂടിയാണ്. Then 35th question എന്ന് പറയുന്നത് the operating system is stored in the dash of the computer system. ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്റ്റോർ ചെയ്യുന്ന ഇതിലാണ്? വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും, ഓപ്ഷൻ ബി, ഹാർഡ് ഡിസ്കിലാണ്. സോ
the answer is option B, hard disk. Then അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് ഈസ്. ഇത് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ നമുക്ക് ഇവിടെ ആ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. കാരണം ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻ്റ് ആയിട്ട് നമ്മൾ പൊതുവെ പല ബുക്സിലും FW ടൈലറേയും അതുപോലെ പീറ്റർ ഓഫ് ഡ്രക്കറേയും നമ്മൾ കാണാറുണ്ട്. റൈറ്റ്, രണ്ട് രീതിയിലും പല പുസ്തകങ്ങളിലും തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒതൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള റെഫറൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിട്ട് FW ടൈലറേയും അതുപോലെ തന്നെ പീറ്റർ ഓഫ് ഡ്രക്കറേയും തന്നിട്ടുണ്ട്. ബട്ട് ഇവിടെ നമുക്ക് ടൈലർ അല്ല, ഹെൻറി ഫയോളാണ്. ഹെൻറി ഫയോളിൻ്റെയും പീറ്റർ ഓഫ് ഡ്രക്കറിൻ്റെയും തന്നിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല, കാരണം പീറ്റർ ഓഫ് ഡ്രക്കർ എന്നുള്ളത് ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഹെൻറി ഫയോൾ എന്ന് ധൈര്യസമേതം ആൻസർ ചെയ്യാം. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഹെൻറി ഫയോൾ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ദെൻ 37th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, യൂണിറ്റി ഓഫ് ഒബ്ജക്റ്റീവ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് നമ്മൾ പഠിച്ചതാണ്, 14 പ്രിൻസിപ്പിൾസ്. അതിൽ വരുന്ന ഒരു മെയിൻ പ്രിൻസിപ്പിളാണ് യൂണിറ്റി ഓഫ് ഒബ്ജക്റ്റീവ്സ്. എന്താണ് യൂണിറ്റി ഓഫ് ഒബ്ജക്റ്റീവ്? ഓൺലി വൺ ഒബ്ജക്റ്റീവ്. ഒരു ബിസിനസ്സിന് ഒരൊറ്റ ഒബ്ജക്റ്റീവ് ഉണ്ടാകാൻ പാടുള്ളൂ, അത് എല്ലാവരുടെയും ഒരു ഒബ്ജക്റ്റീവിൽ എല്ലാവരും യൂണിഫൈഡ് ആയിരിക്കണം, എംപ്ലോയീസ് ആസ് വെൽ ആസ് മാനേജ്മെന്റ്. അതിലൊരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സോ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം, ഓപ്ഷൻ എ, ഓൺലി വൺ ഒബ്ജക്റ്റീവ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. Then thereafter 38th question, grapevine is associated with. grapevine എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ടല്ല ഗ്രേപ്പ് വൈൻ വരുന്നത്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഗ്രേപ്പ് വൈൻ എന്ന് പറയുന്നത്. സോ കണ്ണും പൂട്ടി നമുക്ക് ഉത്തരം ചെയ്യാം, ഓപ്ഷൻ ബി, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ് അതിൻ്റെ ആൻസർ. റൈറ്റ്, ഓപ്ഷൻ ബി. Then 39th question, which leadership theory focuses on the actions of leaders, not on mental qualities or internal states? നമ്മൾ ലീഡർഷിപ്പ് തിയറീസിൽ ഡിഫറെൻറ്റ് തിയറീസ് പഠിക്കുന്ന സമയത്ത് ബിഹേവിയറൽ തിയറി നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോക്കസ് ഓൺ ആക്ഷൻസ് ഓഫ് ലീഡേഴ്സ് ആൻഡ് നോട്ട് ഓൺ മെന്റൽ ക്വാളിറ്റീസ് ഓർ ഇന്റേണൽ സ്റ്റേറ്റ്സ്. ബിഹേവിയറൽ തിയറി ആണ് അതിൻ്റെ ആൻസർ. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ. Then thereafter 40th question, the strongest determinant of demand. ഡിമാൻഡിൻ്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഡിറ്റർമിനൻ്റ് ഏതാണ്? പ്രൈസ് ആണ്. റൈറ്റ്, പ്രൈസിലൊരു കുറവ് വന്നാൽ ഡിമാൻഡ് വർദ്ധിക്കും, പ്രൈസ് കൂടിയാൽ സ്വാഭാവികമായിട്ടും ഡിമാൻഡിൽ കുറവ് വരും. സോ സപ്ലൈയോ ഡിസ്ട്രിബ്യൂഷനോ ഒന്നുമല്ല ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് പ്രൈസ് ആണ്. സോ ഓപ്ഷൻ ബി, പ്രൈസ് ഈസ് ദ ആൻസർ. ദെൻ 41st question ആണ്. 41th question, which one of the following element is not in the marketing mix? മാർക്കറ്റിംഗ് മിക്സ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പറയുന്നത് 4 P's ആണ് അല്ലേ? അവിടെ ശ്രദ്ധിക്കണം, 4 P's എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റ്, പ്ലേസ്, പ്രൈസ്, പ്രൊമോഷൻ. ഇതിൽ സ്റ്റോറേജ് എന്ന് പറയുന്ന എക്സ്ട്രാ എലമെന്റ് ഉണ്ട്, അത് മാർക്കറ്റിംഗ് മിക്സിന്റെ ഭാഗമല്ല. റൈറ്റ്, പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ ആണ്. സോ സ്റ്റോറേജ് അതിന്റെ മാർക്കറ്റിംഗ് മിക്സിന്റെ ഭാഗമായിട്ട് വരുന്നതല്ല. ഓപ്ഷൻ സി ആണ് ആൻസർ, സ്റ്റോറേജ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് ഡിവൈഡിങ് പൊട്ടൻഷ്യൽ മാർക്കറ്റ് ഇൻടു ഡിസ്റ്റിങ്ക്റ്റ് സബ് മാർക്കറ്റ് ഓഫ് കൺസ്യൂമേഴ്സ് വിത്ത് കോമൺ നീഡ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. വളരെ സിമ്പിൾ ആണ്, മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആണ് അതിൻ്റെ ആൻസർ. നമ്മൾ പൊട്ടൻഷ്യൽ മാർക്കറ്റിനെ ഡിഫറെൻറ്റ് സബ് മാർക്കറ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്തിൻ്റെ ബേസിൽ? കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് നീഡ്സ്. ടാർഗറ്റ് മാർക്കറ്റിംഗ്, ഡിഫറൻസിയേഷൻ, മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആണ് ഓഫ് ദിസ്. മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആണ്. ആ മാർക്കറ്റ് സെഗ്മെന്റേഷൻ നടത്തിയതിനു ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിലൊരു പർട്ടിക്കുലർ ടാർഗറ്റിന് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിന് വേണ്ട മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഡിഫറൻസിയേഷൻ ഒരിക്കലല്ല, മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആണ്. സെഗ്മെന്റേഷൻ പ്രോസസ്സാണ് ഡിവൈഡിങ് ദ മാർക്കറ്റ് ഇൻടു ഡിസ്റ്റിങ്ക്റ്റ് സബ് മാർക്കറ്റ്സ് എന്ന് പറയുന്നത്. മാർക്കറ്റ് സെഗ്മെന്റ് ബന്ധപ്പെട്ട് 3-4 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദ പ്രോസസ് ഓഫ് ഡിവൈഡിങ് പൊട്ടൻഷ്യൽ മാർക്കറ്റ്, ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ, മാർക്കറ്റ് സെഗ്മെന്റേഷൻ. അടുത്ത സെയിം മാർക്കറ്റ് സെഗ്മെന്റേഷൻ ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. വൺ ക്രൈറ്റീരിയൻ ദാറ്റ് ഷുഡ് ഓൾവേസ് ബി അപ്ലൈഡ് ടു മാർക്കറ്റ് സെഗ്മെന്റേഷൻ. മാർക്കറ്റ് സെഗ്മെന്റേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് മാസ് മാർക്കറ്റിംഗ് ആണോ? ഒരിക്കലും അല്ല. മാസ് മാർക്കറ്റിംഗിന്റെ ഒരു ഓപ്പോസിറ്റ് സാധനമാണ് സെഗ്മെന്റേഷൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ദെൻ ഹോമോജിനിറ്റി, പാർസിമണി, ഇമേജ് അപ്പീൽ. അവിടെ നമ്മൾ മാർക്കറ്റ് സെഗ്മെന്റേഷൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഹോമോജീനിറ്റി ആണ് അല്ലേ? ഹോമോജീനിയസ് മാർക്കറ്റിനെ നമ്മൾ സബ് ഡിവൈഡ് ചെയ്യുന്നു, ഒരു ഹോമോജീനിയസ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള നമ്മളൊരു ഗ്രൂപ്പ് ആക്കുന്നു. സോ ദ ഓപ്ഷൻ ബി, ഹോമോജീനിറ്റി ഇസ് ദ ആൻസർ ഫോർ ദി ക്വസ്റ്റ്യൻ. ദെൻ 44th ക്വസ്റ്റ്യൻ ഏതാണ് നമുക്ക് നോക്കാം. an analytical technique which facilitate dividing a market into segments. ഇതിലേതാണ് ഒരു അനലിറ്റിക്കൽ ടെക്നിക് എന്ന് പറയുന്നത്? മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആണോ, മാർക്കറ്റ് ടാർഗറ്റിംഗ് ആണോ, മാർക്കറ്റ് ഗ്രിഡിംഗ് ആണോ, അനാലിസിസ് ആണോ?
ആൻസർ എന്ന് പറയുന്നത് അനലിറ്റിക്കൽ ടെക്നിക്ക് ഏതാണ്? മാർക്കറ്റ് ഗ്രിഡിംഗ് ആണ്. അല്ലെ, നമ്മൾ വാങ്ങുന്ന പ്രൊഡക്റ്റിനൊക്കെ അനുസരിച്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് മാർക്കറ്റ് ഗ്രിഡിങ്. മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഉപയോഗിക്കുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കാണ് മാർക്കറ്റ് ഗ്രിഡിംഗ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ, 45th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ മോഡൽ ദാറ്റ് അസ്യൂംസ് ബയർ ഈസ് എ റാഷണൽ മാൻ ആൻഡ് ഹിസ് ബൈയിങ് ഡിസിഷൻ ആർ ടോട്ടലി ഗവേൺഡ് ബൈ ദ കോൺസെപ്റ്റ് ഓഫ് യൂട്ടിലിറ്റി. റാഷണൽ മാൻ എന്ന് പറയുമ്പോൾ തന്നെ സോഷ്യോളജിക്കൽ മോഡലാണോ, ലേണിംഗ് മോഡലാണോ, സൈക്കോളജിക്കൽ മോഡലാണോ, ഇക്കണോമിക് മോഡലാണോ? സോഷ്യോളജിക്കൽ മോഡൽ ഒരിക്കലും ആവില്ല, കാരണം റേഷണൽ ബിഹേവിയർ ആണ്. സൈക്കോ അനലിറ്റിക്കൽ മോഡലും ആവില്ല, ബിക്കോസ് റേഷണൽ ബിഹേവിയർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ലേണിംഗ് മോഡലോ ഇക്കണോമിക് മോഡലോ? സോ നമ്മൾ ചെക്ക് ചെയ്താൽ നമുക്കറിയാം ഇക്കണോമിക് മോഡലാണ് ഒരു എന്താ പറയുക യൂട്ടിലിറ്റി ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് പ്രോസ് ആൻഡ് കോൺസ് അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡിസിഷൻ എടുക്കുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഡി ഇക്കണോമിക് മോഡൽ ഇസ് ദ ആൻസർ. ദെൻ next question is that 46th question, annual report on currency and finance is published by. നമുക്കറിയാം annual report on currency and finance പബ്ലിഷ് ചെയ്യുന്നത് CBI അല്ല, RBI ആണോ? യെസ്, RBI ആണ്. മിനിസ്ട്രി ഓഫ് ഫിനാൻസും അല്ല. സോ ദ ആൻസർ ഈസ് RBI ആണ്. RBI ആണ് എല്ലാ വർഷവും ആനുവൽ റിപ്പോർട്ട് ഓൺ കറൻസി ആൻഡ് ഫിനാൻസ് പബ്ലിഷ് ചെയ്യുന്നത്. അല്ലേ, ഇന്ത്യയിൽ എന്താ പറയുക സർക്കുലേറ്റ് ചെയ്യുന്ന കറൻസി, അതുപോലെ അതിൻ്റെ പിന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ, അതിൻ്റെ കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ അതിൽ ഔട്ട് ചെയ്യുന്നു. സോ ആനുവൽ റിപ്പോർട്ട് ഓൺ കറൻസി ആൻഡ് ഫിനാൻസ് is published by Reserve Bank of India. Then എൻ്റെ ഓപ്ഷൻ ബി ആണ് RBI. 47th question, ലീഡ് ബാങ്ക് സ്കീം ഇൻട്രൊഡ്യൂസ് ഇൻ ഇന്ത്യയിൽ ലീഡ് ബാങ്ക് സ്കീം അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1967, 1968, 69, 74, 1969 ഇന്ത്യയിൽ ആദ്യമായിട്ട് ലീഡ് ബാങ്ക് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. റൈറ്റ്. ദെൻ 48th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എക്സിം ബാങ്ക് ഈസ് ഓൺഡ് ബൈ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ. എക്സിം ബാങ്ക് നമ്മൾ പഠിച്ചതാണ്. ആരാണ് എക്സിം ബാങ്കിനെ പ്രൊമോട്ട് ചെയ്തത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് RBI ജോയിന്റ്ലി, RBI ആൻഡ് സെലക്ടഡ് കൊമേഴ്സ്യൽ ബാങ്ക്സ് ജോയിന്റ്ലി, ഫുള്ളി ഓൺഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, നൺ ഓഫ് ദി അബോവ്. സോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് ഓണർഷിപ്പ് ഉള്ള ഒരു ബാങ്കാണ് എക്സിം ബാങ്ക് എന്ന് പറയുന്നത്. ഫുള്ളി ഓൺഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. ഓപ്ഷൻ സി ഇസ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇ ബാങ്കിങ് ഈസ് സിനോണിമസ് വിത്ത് ടെലി ബാങ്കിങ് ആണോ? ടെലി ബാങ്ക് ഒരിക്കലല്ല. നമ്മൾ മൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള കോൾ റിലേറ്റഡ് ആയിട്ട് ബാങ്കിങ് സർവീസും കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യുന്നതാണ് ടെലി ബാങ്ക് എന്ന് പറയുന്നത്. ഇന്റർനെറ്റ് ബാങ്കിങ് ആണോ? യെസ്, ഇന്റർനെറ്റ് ബാങ്കിങ്ങും ഇ ബാങ്കിങ്ങും സെയിം ആണ്. യൂറോ ബാങ്ക് ഒരിക്കലല്ല, നൺ ഓഫ് ദീസ് അല്ല. സോ ഓപ്ഷൻ ബി ഇന്റർനെറ്റ് ബാങ്കിങ്ങും ഇ ബാങ്കിങ് എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്, സിനോണിമസ് ആണ്. സോ ഓപ്ഷൻ ബി ഇന്റർനെറ്റ് ബാങ്കിങ് ഇസ് ദ ആൻസർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 50th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ടാക്സ് ചാർജ് ഫേസ്റ്റ്ലി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എപ്പോഴാണ് ആദ്യമായിട്ട് ടാക്സ് ചാർജ് ചെയ്യുന്നത്? 1860 ടാക്സ് ചാർജ് ചെയ്യുന്നത്. അതിന്റെ സർക്കംസ്റ്റാൻസ് എന്തായിരുന്നു? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള ലോസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ടാക്സ് എന്താ പറയുക സിസ്റ്റമാറ്റിക് ആയിട്ട് ഇന്ത്യയിൽ ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്നത്. റൈറ്റ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, 1860. സോ നമ്മൾ ആദ്യത്തെ ഒരു പാർട്ടിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് 50 ക്വസ്റ്റ്യൻസ് ആണ്. സോ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ റിമൈനിങ് 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ ഫോർ കൊമേഴ്സ് റിലേറ്റഡ് കോമ്പറ്റേറ്റീവ് എക്സാംസ് ആൻഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് അപ്ഡേറ്റ്സ്. സോ നമ്മൾ ഇത്തരം ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഗ്രൂപ്പിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. So don't forget to subscribe the channel and please do watch our content. Anyway, thank you all. Have a nice day.